ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബക്കറ്റ് ചിക്കനാണ്. അതിനു വേണ്ട ചേരുവകളാണ് പറയാൻ പോകുന്നത്. ഒരു ഫുൾ ചിക്കൻ ഇതിന് ആവശ്യമാണ്. സ്കിന്നോട് കൂടിയതും സ്കിന്നില്ലാതെയും ഉണ്ടാക്കാം. സ്കിന്നോട് കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുള്ളത്. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ കുറച്ച് ചേരുവകൾ മാത്രം മതി. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ചതച്ച മുളക് 2 ടീസ്പൂൺ, പച്ചമുളക് ചതച്ചത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 3 ടീസ്പൂൺ. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങനീര് ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കോഴിയിൽ തേച്ച് പിടിപ്പിക്കുക. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ്റെ ഉള്ളിലും എല്ലാം ശരിക്കും തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ വേകുമ്പോൾ കൈയും കാലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഓരോ സ്റ്റിക്കുകളും കുത്തിവയ്ക്കുന്നത് നല്ലതായിരിക്കും. കോഴി ഇറക്കി വയ്ക്കാൻ വേണ്ടി ഒരു കുറ്റി തയ്യാറാക്കി വെക്കുക. ആ കുറ്റിയുടെ മുകളിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് ചുറ്റുക. കോഴി താഴെ മുട്ടാതിരിക്കാൻ വേണ്ടി അടിയിൽ വാഴയില ഇടുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കുറ്റിയിൽ ഇറക്കി വയ്ക്കുക. പാട്ട കൊണ്ട് മൂടുക. പാട്ടയ്ക്ക് ചുറ്റും ഓല കൊണ്ട് തീയിടുക. തീയിടുമ്പോൾ ആളി കത്താതെ ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം ഇതേപോലെ കത്തിക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ നല്ലപോലെ വേകുകയുള്ളൂ.
അടുത്ത തീ കെട്ടതിന് ശേഷം വീണ്ടും ഓല കൂട്ടിയിട്ട് തീ കത്തിക്കുക. തീ കെട്ട ശേഷം ചാരം മാറ്റി പാട്ട പതിയെ പൊക്കി മാറ്റുക. ബക്കറ്റ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് മയോണീസിൻ്റെ കൂടെയോ ഒരു പുതിന ചട്നിയുടെ കൂടെയോ സ്വാദിഷ്ടമായ ബക്കറ്റ് ചിക്കൻ കഴിക്കാം. ജോ എങ്ങനെയുണ്ട്? ജോ അബലു എങ്ങനെയുണ്ട്? അബലു എങ്ങനെയുണ്ടാ?